ഹലോ, എന്നാൽ പിന്നെ തുടങ്ങിയാലോ? കുറച്ച് നാൾ മുമ്പ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളും പ്രൈം ടൈമുകളൊക്കെ പിടിച്ചടക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റൈലുകൾ സ്ഥാപനങ്ങളിലൊക്കെ സ്ത്രീ തൊഴിലാളികൾക്ക് ഇരിക്കാനായിട്ട് ഇരിപ്പിടം അനുവദിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മുടെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒക്കെ ആഘോഷിക്കുകയും ഈ സ്ത്രീകളെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് ഇരിക്കാൻ അനുവദിച്ചുകൊണ്ട് അവർക്ക് കസേരകൾ ഇട്ട് നൽകിക്കൊണ്ടുള്ള പരസ്യങ്ങൾ പോലും കമ്പനികൾ ഇറക്കിയതും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷം അവസാനം ഒരു സിനിമ ഇറങ്ങിയിരുന്നു, ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമയിൽ കോഴിക്കോട് മിഠായി തെരുവിൽ ജോലി ചെയ്യുന്ന കുറേ സ്ത്രീകളുടെ കഥ ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയിൽ കാണിച്ചിരുന്നു. അവിടെ സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാതെ ആ സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നതും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കുന്നതും പലതരം അവഹേളനങ്ങൾക്കും കളിയാക്കലുകൾക്കും പാത്രമാകുന്നതും ഒടുവിൽ ഈ ബുദ്ധിമുട്ടിലായ സ്ത്രീകളെല്ലാം ചേർന്നിട്ട് അവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു കക്കൂസ് പണിയുവാനായിട്ട് കടന്ന് കയറുന്നതും നിവൃത്തിയില്ലാതെ ആ കെട്ടിട ഉടമയും കടക്കാരും എല്ലാവരും ചേർന്നിട്ട് ഇവർക്ക് മൂത്രമൊഴിക്കാനായിട്ടൊരു മൂത്രപ്പുര ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ ആയിരുന്നു അതിൽ ഒരു സിനിമ. ഈ സിനിമ കണ്ടപ്പോഴും ഈ തൊഴിലാളികൾക്ക് ഇരിക്കാൻ കസേര ഇട്ട് കൊടുക്കുന്ന ആ കാഴ്ചയും അതിൻ്റെ ആഘോഷവും ഒക്കെ കണ്ടപ്പോഴുമാണ് മനസ്സിൽ ഒരു മില്ലിനെ കുറിച്ച്, പഴയ ഒരു തൊഴിൽ സംരംഭകനെ കുറിച്ചൊക്കെ ഓർമ്മ വന്നത്. ആ സ്ഥാപനത്തിൻ്റെ പേര് എംപ്രസ് മിൽ എന്നാണ്. 1877 ജനുവരി 1 നാഗ്പൂരിൽ നമ്മുടെ ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച തുണിമില്ലാണത്. അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും മനോഹരമായ തുണി ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുകയും ആ മേഖലയിൽ 1ാം സ്ഥാനം വഹിക്കുകയൊക്കെ ചെയ്ത സ്ഥാപനമാണ് എംപ്രസ് മില്ല്. 140 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ സ്ഥാപിതമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കും, അവിടെയുള്ള സ്ത്രീകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പരിഗണനകൾ ഉണ്ടായിരുന്നിരിക്കും എന്നൊക്കെ പരിശോധിക്കുന്നത് നന്നായിരിക്കും. സ്വാതന്ത്ര്യം കിട്ടി 70 വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ നാട്ടിലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുമൊക്കെ വായിച്ചും അനുഭവിച്ചും ഒക്കെ അറിയുന്നതാണ്. അപ്പോൾ 140 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ എംപ്രസ് മില്ല് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമ്മുടെ ജംഷഡ്ജി ടാറ്റയുടെ സ്വപ്ന പദ്ധതിയിൽ നമ്മുടെ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന പരിഗണന അതിനു മുമ്പോ അതിനു ശേഷമോ ഇന്ത്യയിൽ അത്രയും സാധാരണമായി നൽകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് നോക്കേണ്ടതാണ്. അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന മുഴുവൻ സ്ത്രീകൾക്കും മെറ്റേണിറ്റി ബെനിഫിറ്റുകൾ നൽകിയിരുന്നു. 11-12 മാസം മിനിമം ജോലി ചെയ്ത് പരിചയമുള്ള, അല്ല ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് 11-12 മാസം പൂർത്തിയാക്കിയിട്ടുള്ള സ്ത്രീകൾക്ക് ഉൾപ്പെടെ ആ സ്ത്രീകൾക്ക് മുതൽ ആ സ്ഥാപനത്തിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവ അവധിയും ശമ്പളവും എല്ലാ സൗകര്യങ്ങളും സ്ഥാപനം ഈ എംപ്രസ് മിൽ കൊടുത്തിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ കൈക്കുഞ്ഞുങ്ങളെ തൊഴിലിടത്തിലേക്ക് കൊണ്ടുവരാനും ആ കുഞ്ഞുങ്ങളെ ആ സ്ഥാപനത്തിൽ ആ ഫാക്ടറിയിൽ സംരക്ഷിക്കാൻ 2 ക്രഷുകൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ജോലിയുടെ കൃത്യമായ ഇടവേളകളിൽ ഈ അമ്മമാർക്ക് ആ ക്രഷുകളിലേക്ക് പോകുവാനും തങ്ങളുടെ കുട്ടികളെ മുലയൂട്ടുവാനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നു എന്നുകൂടി പറയുമ്പോൾ അന്നത്തെ ഒരു സൗകര്യം, ടാറ്റയുടെ വിഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ ഉള്ള തൊഴിൽശാലകളിൽ, അത് പൊതുമേഖലയായാലും സ്വകാര്യ മേഖലയായാലും, എവിടെയാണ് തങ്ങളുടെ തൊഴിലാളികളായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവരുടെ കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്രഷുകൾ പ്രവർത്തിക്കുന്നത്? എത്ര സ്ഥാപനങ്ങളിലുണ്ട്? വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഭൂരിഭാഗം സ്ഥാപനങ്ങളിലെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും സ്ത്രീ പ്രസവിക്കുകയാണെങ്കിൽ അവർക്ക് പ്രസവാവധിയും ആനുകൂല്യങ്ങളും നൽകും എന്നുള്ളതിലുപരി അവരുടെ ഈ പുതിയതായി ജനിക്കുന്ന കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, അതിൻ്റെ മാനസിക ശാരീരിക വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്ന എത്ര പേരുണ്ടാകും? അതിനനുസരിച്ച് ഈ കുഞ്ഞുങ്ങളെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട്, അങ്ങനെ തന്നെ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അമ്മയുടെ ബന്ധുക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിലോ ആരെയെങ്കിലും ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ 8-10 മണിക്കൂർ ഈ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ചിട്ട് വരിക എന്ന് തന്നെ പറയണം.
അത്തരത്തിലുള്ള സാഹചര്യമാണ് നിലവിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ നിലനിൽക്കുന്നത്. ക്രഷുകൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ ജോലി സ്ഥലങ്ങളോടനുബന്ധിച്ച് ഉണ്ടാക്കി കൊടുത്ത് ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യപരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഇപ്പോഴും നമ്മുടെ ഈ തൊഴിൽ ദാതാക്കളും നമ്മുടെ സർക്കാരുകളും ഒന്നും കാര്യമായി ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അന്ന് ടാറ്റ ചിന്തിച്ചതിനെ കുറിച്ച് അത്ഭുതപ്പെടുകയല്ലാതെ എന്തു ചെയ്യാൻ പറ്റും? ഇതുകൂടാതെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടികൾക്ക്, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് ഓരോ ദിവസവും പകുതി നേരം മാത്രം അവർ തൊഴിൽ ചെയ്താൽ മതി. ബാക്കി പകുതി നേരം ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളിൽ അവർ എഴുതുവാനും വായിക്കുവാനും തയ്യൽ പരിശീലനം നേടുവാനും ശ്രമിക്കണം. അത് കമ്പൽസറി ആയിരുന്നു. പകുതി നേരം ജോലി എടുക്കുക, പകുതി നേരം പഠിക്കുകയും തൊഴിൽ പരിശീലനം നേടുകയും ചെയ്യുക. എന്നിട്ട് ഈ കുട്ടികൾക്ക് മുഴുവൻ ശമ്പളവും കൊടുക്കുമായിരുന്നു. ഇതുകൂടാതെ ഈ സ്ഥാപനത്തിനുള്ളിൽ തന്നെ, ഫാക്ടറിക്കുള്ളിൽ തന്നെ ഒരു പ്രൈമറി സ്കൂൾ പ്രവർത്തിച്ചിരുന്നു. ഈ പ്രൈമറി സ്കൂളിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന പ്രായമുള്ള സ്ത്രീകൾ, ഒരുപാട് പ്രായമായ സ്ത്രീകളെന്നല്ല, അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ മക്കൾ, ആൺകുട്ടികളൊക്കെ ഈ അമ്മമാർക്ക് ഭക്ഷണവുമായി ഈ ഫാക്ടറിയിലേക്ക് വരുമായിരുന്നു. ഈ അമ്മമാർ ജോലി ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ കുടുംബം പുലർത്തുന്നത്. ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യമില്ല. 140 വർഷം മുമ്പാണ്. സൗകര്യമില്ല, സ്കൂളുകളുടെ അപര്യാപ്തതയുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഈ അമ്മമാർക്ക് ആഹാരവുമായി വന്നിട്ട് ഫാക്ടറിയുടെ പരിസരത്ത് ചുറ്റി നടക്കുകയും അവിടെ കളിക്കുകയും അവിടെ എവിടെയെങ്കിലുമൊക്കെ വിശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഫാക്ടറിയുടെ ഡയറക്ടേഴ്സ് ഇത് കണ്ട് മനസ്സിലാക്കുകയും ഇങ്ങനെ വരുന്ന കുട്ടികളെ പഠിപ്പിക്കണമെന്ന് തീരുമാനമെടുക്കുകയും ഫാക്ടറിക്കുള്ളിൽ തന്നെ ഒരു പ്രൈമറി സ്കൂള് അവരാരംഭിക്കുകയും അമ്മമാർക്ക് ഭക്ഷണവുമായി വരുന്ന ആൺകുട്ടികളെ അമ്മമാർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി ഈ പ്രൈമറി സ്കൂളിൽ ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതായിരുന്നു ടാറ്റയുടെ അല്ലെങ്കിൽ ആ എംപ്രസ് മില്ലിൻ്റെ അന്നത്തെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം. ഇന്നൊന്നും നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള വസ്തുത. ഇതുകൂടാതെ ഈ ഫാക്ടറിയുടെ ഭാഗമായിട്ട് 7 നൈറ്റ് സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്നു. ഈ നൈറ്റ് സ്കൂളുകളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ പകല് ജോലിയെടുക്കുന്ന അവിടുത്തെ തൊഴിലാളികൾക്കും ഈ തൊഴിലാളികളുടെ മക്കൾക്കും ഭാഷ പഠിക്കുന്നതിനും അത് പരിശീലിക്കുന്നതിനും വേണ്ടിയിട്ട് രാത്രിയിൽ മാത്രം പ്രവർത്തിക്കുന്ന 7 സ്കൂളുകൾ. അവിടെ അധ്യാപകർ ഇവിടെയുള്ള എല്ലാ തൊഴിലാളികളും കൃത്യമായി ഭാഷകൾ പഠിച്ചിരിക്കണമെന്നും അവരുടെ കുട്ടികൾ ഭാഷകൾ പഠിക്കണമെന്നും ആ മാനേജ്മെൻറ്റിന് നിർബന്ധമായിരുന്നു. തൊഴിലാളികൾ അത് കൃത്യമായി അനുസരിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ഈ ഫാക്ടറിയുടെ ഭാഗമായിട്ട് 4 ജിംനേഷ്യം പ്രവർത്തിച്ചിരുന്നു. 10,000-ലധികം ആൾക്കാർ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിൽ 4 ജിംനേഷ്യം പ്രവർത്തിപ്പിച്ച് ഫാക്ടറി തൊഴിലാളികളുടെയും അവരുടെ മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം ആരോഗ്യത്തെക്കുറിച്ച് കൂടി ടാറ്റ 140 വർഷം മുമ്പ് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? എത്ര ലക്ഷ്യബോധമുള്ള, എത്ര വലിയ കാഴ്ചപ്പാടുള്ള ഉന്നതനായ മനുഷ്യനായിരുന്നു ജംഷഡ്ജി ടാറ്റ എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കണം. ഇപ്പോൾ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ കൊറോണ വന്നപ്പം വർക്ക് ഫ്രം ഹോം ഒക്കെ ആയെങ്കിലും നമുക്ക് ആധുനികമായ വളരെ വലിയ സംവിധാനങ്ങളുള്ള 5 സ്റ്റാർ ഫെസിലിറ്റികളൊക്കെ ഉള്ള ഓഫീസുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ ചില സ്ഥാപനങ്ങളൊക്കെ അവരുടെ ജോലിക്കാർക്ക്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജിംനേഷ്യം അടക്കമുള്ള ഫെസിലിറ്റികൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൂടി ആ സംവിധാനം ഒരുക്കി കൊടുത്തിട്ടില്ല എന്ന ഈ ആധുനിക കാലത്ത് പോലും അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ 100-140 വർഷം മുമ്പ് ടാറ്റ ഇത് ചെയ്തിരുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഈ ഫാക്ടറിക്കുള്ളിൽ നടത്തിയിരുന്ന സ്കൂളുകളും ഇത്തരം സംവിധാനങ്ങൾക്കും ഉപരിയായിട്ട് 1921 നാഗ്പൂർ സിറ്റിയിൽ ഒരു വലിയ ഗവൺമെൻറ് സർക്കാരും ടാറ്റയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സ്കൂൾ, ഹൈസ്കൂൾ, പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാവുന്ന സ്കൂൾ സ്ഥാപിച്ച് അവിടെ ആയിരക്കണക്കിന് കുട്ടികളെ പഠിക്കാനുള്ള സംവിധാനവും ടാറ്റ ഒരുക്കി കൊടുത്തു. ഇന്ന് നാഗ്പൂരിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂളുകളിൽ ഒന്നാണ് എംപ്രസ് മില്ലിൻ്റെ പേരിൽ, അന്ന് ടാറ്റയുടെ പേരിൽ നാഗ്പൂരിൽ തുടങ്ങിയിട്ടുള്ള ഈ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സ്കൂൾ. 1901 ടാറ്റ ഈ എംപ്രസ് മില്ലിൽ ഒരു പുതിയ സ്പിന്നിങ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തൊഴിലാളികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു അത്രേ. ആ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഈ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന തൊഴിലാളികൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ കമ്പനിയെ നടത്തിക്കൊണ്ട് പോകുന്നത്, കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വാചാലമായി സംസാരിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്ന് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലാണ് അദ്ദേഹം അന്നത്തെ കമ്പനിയുടെ ആസ്തിയെക്കുറിച്ച് പറഞ്ഞത്.
1877 കമ്പനി സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന മൂലധനത്തിൻ്റെ 50 ഇരട്ടിയായിരുന്നു 1901 എംബ്രസ് മില്ലിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥാപനം ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് 50 വർഷത്തിനുള്ളിൽ എത്ര വലിയ വളർച്ചയാണ് കൈവരിച്ചതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. തൊഴിലാളിയും മുതലാളിയും ഒരേ മനസ്സോടെ ഒന്നായി തീരുന്ന ഒരു പ്രസ്ഥാനമായി മാറിയതാണ് എംബ്രസ് മില്ലിൻ്റെ ഇത്രയും വലിയ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രോവിഡന്റ് ഫണ്ട് ഉണ്ടാക്കിയതും പെൻഷൻ പദ്ധതികൾ ആവിഷ്കരിച്ചതുമൊക്കെ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാനും അവകാശവാദം ഉന്നയിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേർ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. എന്നാൽ 1901 തന്നെ എംബ്രസ് മില്ലിൽ ജോലി ചെയ്തിരുന്ന മുഴുവൻ തൊഴിലാളികൾക്കും പ്രോവിഡന്റ് ഫണ്ടും പെൻഷനും അനുവദിച്ചിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അനുവദിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഈ എംബ്രസ് മില്ല്. അന്നത്തെ തൊഴിലാളികൾക്ക് ടാറ്റയുടെ കാഴ്ചപ്പാടനുസരിച്ച് നൽകിയിരുന്ന പ്രതിഫലവും ബെനിഫിറ്റുകളും ആനുകൂല്യങ്ങളൊന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ 2022 പോലും പൂർണ്ണമായി നൽകാൻ നമ്മുടെ ജനാധിപത്യ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വ്യവസായിയുടെ, ഇന്ത്യയെ ഒരുപാട് സ്നേഹിക്കുന്ന, ഇന്ത്യയിലെ ജനങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന, ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാട്, നാളെക്കുറിച്ചുള്ള ചിന്ത എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. നമ്മൾ ഓർക്കുന്നതിലും ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഭരിക്കുന്ന, നമ്മളെ നയിക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ 100,000 പ്രാവശ്യം JRD ടാറ്റയെക്കുറിച്ച് വായിക്കണം. അറ്റ്ലീസ്റ്റ് എംബ്രസ് മിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കണം. അവിടെ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച്, വിജയിച്ചിട്ടുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച് വായിച്ചും കണ്ടുമൊക്കെ അറിയണം. അതൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ പൂർണ്ണ തോതിൽ നടപ്പിൽ വരുത്തിയാൽ നമ്മുടെ KSRTC പോലെയുള്ള കുത്തഴിഞ്ഞു കിടക്കുന്ന, നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന സ്ഥാപനങ്ങൾ എങ്ങനെ ലാഭത്തിലാക്കാമെന്ന് വേറെ വിദേശ പര്യടനങ്ങളൊന്നും നടത്തി പഠിക്കേണ്ടി വരില്ല. എംബ്രസ് മില്ലിൻ്റെ പ്രവർത്തനം മാത്രം മനസ്സിലാക്കിയാൽ മതി. അറ്റ്ലീസ്റ്റ് JRD ടാറ്റ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കാഴ്ചപ്പാട് മാത്രം ഉൾക്കൊണ്ടാൽ മതിയാകും. അപ്പോൾ എംബ്രസ് മില്ലെന്ന് പറയുന്ന ഇന്ത്യൻ വ്യവസായങ്ങളുടെ മാതാവിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അധികാരികളും മന്ത്രിമാരും ഒക്കെ പഠിക്കുമെന്നും JRD ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യൻ വ്യവസായങ്ങളുടെ പിതാവിനെ അനുകരിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കാം.